ദൈവം ആര് എന്നും ദൈവം എവിടെ എന്നും മനുഷ്യൻ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തെ കാണുന്നത് ഒരു സൗമ്യ സാമീപ്യം ആയിട്ടാണ്. ബഹളങ്ങളില്ല, ഒരു സൗമ്യ സാമീപ്യം. ചൂട് വരുമ്പോൾ മേഘസ്തംഭം പോലെ സൗമ്യമായി തലയ്ക്ക് മുകളിൽ അവൻ ഒഴുകും. ഇരുട്ട് വരുമ്പോൾ ദീപസ്തംഭമായി പ്രകാശമായി ജ്വലിച്ചുകൊണ്ടിരിക്കും. ഒരു ബഹളവുമില്ല, ശബ്ദങ്ങളില്ല. അതാണ് ഏലിയാ പ്രവാചകൻ പറയുക, കൊടുങ്കാറ്റിൽ അല്ല, കാട്ടുതീയിൽ അല്ല അവനെ കണ്ടത്, ഇളം തെന്നലിലാണ്. സൗമ്യമായ സാമീപ്യം. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമാണ് ദൈവ സ്വഭാവം എന്ന് പറയുക. ദൈവത്തിൻ്റെ സ്വഭാവം സമ്മർദ്ദം ഇല്ലാത്ത സാമീപ്യം. മനുഷ്യൻ ഒരുപാട് സമ്മർദ്ദങ്ങൾ ചെലുത്തും. സ്വന്തം കാര്യം നേടാൻ വേണ്ടി, സ്വന്തം ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി, സ്വന്തം ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി മനുഷ്യൻ മറ്റുള്ളവരിൽ സമ്മർദ്ദം കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് സാഹചര്യം തന്നുകൊണ്ടിരിക്കും. ശാന്തമായ സാമീപ്യമായി നമുക്ക് സാഹചര്യങ്ങളും അവസരങ്ങളും ദൈവം ഒരുക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, പുകഞ്ഞ തിരി അവൻ കരുതുകയില്ല, ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയുമില്ല. എന്താ അതിൻ്റെ പ്രത്യേകത? പുകഞ്ഞ തിരിയിൽ ഒരു തീപ്പൊരിയുടെ സാധ്യതയുണ്ട്. തിരിയെ മൊത്തമായി അണച്ചാൽ പിന്നെ തീപ്പൊരിക്ക് ജ്വലിക്കാൻ പറ്റില്ല. അപ്പോൾ പുകഞ്ഞ തിരിയിൽ ഒരു തീപ്പൊരിയുടെ സാന്നിധ്യമുണ്ട്. അതിൽ നിന്നും ഒരു വലിയ തീ ജ്വാലയ്ക്കുള്ള സാധ്യത ദൈവം കാത്തിരിക്കും. ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയല്ല. ഞാങ്ങണയുടെ പ്രത്യേകത, എവിടെയാണോ ചതവ്, ആ ചതവിൽ നിന്നും പുതിയ ചെടി മുളച്ചേരും. അത് ഒടിച്ചു കളഞ്ഞോ പിന്നെ പുതിയ ശാഖയ്ക്ക് മുളയ്ക്കാൻ പറ്റില്ല. ദൈവം ഇങ്ങനെയാണ്. നമ്മളൊക്കെ ചിലപ്പോൾ പുകഞ്ഞ് നീറുന്ന തിരികളാകാം, ചതഞ്ഞു കിടക്കുന്ന ഞാങ്ങണയാകാം. നമുക്കെല്ലാം ഉടനെ അവൻ്റെ കഥയെന്ന് തീർത്താൽ എന്താ? ദൈവം എന്തേ അവനെ ശിക്ഷിക്കാത്തത്? അവനോട് എന്തേ പ്രതികാരം ചെയ്യാത്തത്? നമുക്ക് പ്രതികാരം ചെയ്യുന്ന ഒരു ദൈവത്തെ കാണണം. തീയർക്ക് ദഹിപ്പിക്കുന്ന ദൈവത്തെ കാണണം. ഓരോ തെറ്റിനും ശിക്ഷ തരുന്ന ദൈവത്തെ കാണണം. പക്ഷെ ദൈവം അങ്ങനെയൊരു ദൈവമല്ല എന്നാണ് പറയുക. അവൻ സൗമ്യമായ സാമീപ്യമാണ്. ഒരു പക്ഷേ എൻ്റെ ഭർത്താവിൽ ഒരുപാട് കുറവുണ്ട്, ഭാര്യ പൊട്ടിത്തെറിക്കാം. പക്ഷെ ചിലപ്പോൾ സൗമ്യതയോടെ കാത്തിരിക്കണം, ശാന്തതയോടെ കാത്തിരിക്കണം, മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവത്തിന് വേണ്ടി. എൻ്റെ ഭാര്യയ്ക്ക് ഒരുപാട് കുറവുണ്ടാകാം, തീഷ്ണതയോടുകൂടി അവൾ നശിക്കണം എന്ന ആവേശം ഉള്ളിൽ സൂക്ഷിക്കാം. പക്ഷെ അവിടെയും ക്ഷമയോടെ കാത്തിരിക്കണം, ഒരവസരം കൊടുക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾ പോക്ക് കേസാ, എന്താ അങ്ങനെ പറഞ്ഞ് ശപിക്കരുത്. ക്ഷമയോടെ കാത്തിരിക്കണം. ആ ക്ഷമയിൽ നിന്നും ദൈവത്തിൻ്റെ അത്ഭുതം കടന്നു വരാം. അതല്ലേ യെശയ്യാ 59 1-2 വാക്യങ്ങൾ. രക്ഷിക്കാനാകാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിൻ്റെ മുടി നരയ്ക്കുമ്പോഴും നിന്നെ വഹിക്കുന്ന കർത്താവാണ് ഞാൻ, നിന്നെ വഹിക്കുന്ന കർത്താവാണ് ഞാൻ. ജീവിതത്തിൽ നമുക്കും ഈ ക്ഷമയോടെ കാത്തിരിക്കാം. സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണല്ലോ ക്രിസ്തു. ഏത് സമയത്തും അവൻ കടന്നു വരാം. യോഹന്നാൻ 3 നിക്കോദെമോസിനെ നേടാൻ അവൻ വന്നത് രാത്രിയിലാണ്. യോഹന്നാൻ 4 സമറിയാക്കാരിയെ നേടാൻ അവൻ വന്നത് ഉച്ചയ്ക്കാണ്. യോഹന്നാൻ 5 തളർവാതിൽ രക്ഷിക്കാൻ ബെത്സേദ കുളക്കടവിൽ അവൻ വന്നത് രാവിലെയാണ്. രാവിലെ വന്നവൻ, ഉച്ചയ്ക്ക് വന്നവൻ, രാത്രി വന്നവൻ. എൻ്റെ ജീവിതത്തിൽ ഏത് സമയത്തും കടന്നു വരാം. നമ്മൾ വെറുതെ ഇരുന്ന് കൊടുക്കുന്നവർക്ക് ദൈവം അവസരങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും, സാഹചര്യങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും.
ആ സാഹചര്യത്തിന് വേണ്ടി നമുക്കും ക്ഷമയോടെ കാത്തിരിക്കാം. കരുതലുള്ള മക്കളായി നമുക്ക് ജീവിക്കാം. ദൈവത്തിൻ്റെ സമയം നമുക്കാർക്കും അറിയത്തില്ല. മനുഷ്യൻ്റെ സമയത്തല്ല ദൈവം പ്രവർത്തിക്കുക. ദൈവത്തിന് പ്രവർത്തിക്കാൻ ദൈവത്തിൻ്റെ സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി ശ്രദ്ധാപൂർവം കാത്തിരിക്കാം. സാന്നിധ്യം തരുന്ന, സൗമ്യമായ സാമീപ്യം നൽകുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനങ്ങൾ നൽകട്ടെ. ഫലം തരാത്ത മരത്തെ നോക്കി പറഞ്ഞില്ലേ, 1 വർഷം കൂടി കാത്തിരിക്കാം. ദൈവം കാത്തിരിക്കുന്ന ദൈവമാണ്. ദൂർത്തപ്പോൾ തന്നെ കാത്തിരുന്ന അപ്പനെ പോലെ നമ്മയും കാത്തിരിക്കുന്ന ദൈവം. ആ കാത്തിരിക്കുന്ന ദൈവത്തിന് നമ്മളെ കൊടുക്കാം. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, നമുക്ക് വണങ്ങാം. ആമേൻ.